ഹലോ നമസ്കാരം, എല്ലാ കുട്ടികാർക്കും ലിച്ചാർട്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 10ാം ക്ലാസ്സിലെ പുതിയ സിലബസിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ടും പറയുന്നത് ഒരു മാജിക്കൽ റിയലിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ടൈറ്റിലൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വയസ്സായിട്ടുള്ളൊരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനോമസ് ആയിട്ട് വിങ്സ് അദ്ദേഹത്തിനുണ്ട്. വലിയ ചിറകുകളോട് കൂടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, മനുഷ്യന്മാർക്ക് അങ്ങനെ ചിറകുകളൊന്നും വരാനുള്ള സാധ്യതകളില്ലാത്തത് കൊണ്ട് തന്നെ ഗബ്രിയേൽ ഗാർസിയ മാർക്വീസ് എഴുതിയിട്ടുള്ള ഈ ഒരു വർക്കിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ആ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയുന്നുണ്ട്, നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് കൈൻഡ്നെസ് തോന്നുക, അതേപോലെ തന്നെ എമ്പത്തി തോന്നുക, അതേ സഹാനുഭൂതി തോന്നുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ മിക്കപ്പോഴും നമ്മൾ ചെയ്യാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ഏതെങ്കിലും മനുഷ്യരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ തന്നെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ആ ഒരു സിമ്പതി അല്ലെങ്കിൽ ആ ഒരു എമ്പത്തി നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു കമ്പാഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ വളരെ നല്ല ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെയാണ് അതിൽ ഇൻട്രൊഡക്ഷനിൽ ആ ഒരു 4 ലൈൻസിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. അപ്പോൾ പ്രകാശം ഉച്ച സമയമാണ്, എന്നാൽ പോലും പ്രകാശം വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ് ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദി കോർട്ട്യാർഡ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ചാപ്റ്ററിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായിട്ടുള്ള പെലായോ, ആ ഒരു വീടിൻ്റെ ഓണറാണ്. പെലായോ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുറ്റത്തോടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം മുറ്റത്തിൻ്റെ പുറകു ഭാഗത്തു നിന്നായിട്ട് ഒരു ഗ്രോണിങ്, ഒരു മുരളിച്ച പോലത്തെ ഒരു ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് സാധിക്കുകയാണ്. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒത്തിരി അടുത്ത് പോയി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അതൊരു ഓൾഡ് മാനാണ്, വയസ്സായൊരു മനുഷ്യനാണ്. എ വെരി ഓൾഡ് മാൻ, നല്ലോണം പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണ്. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അപ്പോൾ ആ മനുഷ്യൻ ഒരു ചളിയിൽ അല്ലെങ്കിൽ ആ മണ്ണിൽ മുഖം പൂത്തിക്കൊണ്ടാണ് കിടക്കുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ് ദ മാൻ കുഡ്ന്റ് ഗെറ്റ് അപ്പ് ഇംപീഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. അയാൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്ന് എണീക്കാനായിട്ട്, പക്ഷെ അദ്ദേഹത്തിന് തടസ്സമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇമ്പീരിയഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ വലിയ ആ ഒരു ഹ്യൂജ് ആയിട്ടുള്ള വിങ്സാണ്. ആ ചിറകുകളുടെ വെയിറ്റും വലിപ്പമൊന്നും കാരണം അദ്ദേഹത്തിന് അവിടെ നിന്ന് എണീക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് പെലായോ റാൻ ടു ഗെറ്റ് എലിസെൻഡ ഹിസ് വൈഫ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അപ്പോൾ പേടിച്ചിട്ട് ഈ എന്താ പറയുക, പെലായോ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള എലിസെൻ്റെ അടുത്തേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ പോണ സമയത്ത് ഓൾറെഡി ഇവരുടെ കുട്ടി അസുഖമായിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടീനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വൈഫ്. He took her to the rear of the courtyard. They both looked at the fallen body. അങ്ങനെ വൈഫിനെയും കൂട്ടിയിട്ട് അദ്ദേഹം ഈ ആ ഒരു വീണ് കിടക്കുന്ന ആളുടെ അടുത്ത് ചെല്ലുകയാണ്. The man was dressed like a rag picker. ഒരു മനുഷ്യൻ, ഒരു എന്താ പറയുക, ഈ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യുന്ന പോലത്തെ ആളുകൾ ധരിക്കുന്ന, അതായത് മുഷിഞ്ഞ കീറി പറഞ്ഞ പോലത്തെ വസ്ത്രങ്ങളെന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ദർ വർ ഓൺലി എ ഫ്യൂ ഫേഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, തലയോട്ടിയിലൊക്കെ വളരെ കുറച്ച് മുടികൾ മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പല്ലെന്ന് പറയുക, വായിൽ കാര്യമായിട്ട് പല്ലുകളൊന്നുമില്ല. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ, നമ്മൾ മുതുമുത്തശ്ശൻ എന്നൊക്കെ പറയുന്നത്, വളരെ പ്രായമായി എന്താ പറയുക, രോഗമൊക്കെ ബാധിച്ച് ഒട്ടും വയ്യാത്തൊരവസ്ഥ എന്ന് പറയില്ലേ, അങ്ങനെ ഉള്ള ഒരു മുതുമുത്തശ്ശൻ്റെ ഒക്കെ ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ളൊരു മനുഷ്യനാണത്. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ് ഹി മൈറ്റ് ഹാവ് ഹാഡ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇംപ്രഷനോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനോട് തോന്നില്ല. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് വേർ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ചിറകുകളാണുള്ളത്. മാത്രമല്ല കുറേയൊക്കെ ആ ചിറകിലെ തൂവലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള അങ്ങനത്തെ ചിറകൊന്നുമല്ല. മാത്രമല്ല അത് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചളിയിൽ പുതഞ്ഞു പോയിട്ടാണ് കിടക്കുന്നത്. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. അപ്പോൾ കുറേ നേരം നോക്കി നിന്നപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു സർപ്രൈസ്, ഇത് ശരിക്കും കാണുന്നത് സത്യം തന്നെയാണോ എന്ന ആ ഒരു അത്ഭുതത്തിൽ നിന്നും അവർക്കൊരു മോചനം കിട്ടിയത് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ്. In the end they found him familiar. Then they dared speak to him. അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ അവർക്ക്
സംസാരിക്കാനുള്ള ധൈര്യം തോന്നുകയാണ്. ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്ട് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ ഒരു മനുഷ്യൻ എന്തോ ഒരു ഭാഷയിൽ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. പക്ഷേ ആ ഭാഷ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ ഇൻകോംപ്രഹെൻസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഡയലക്ട്, ഒരു ഭാഷ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെയിലറുടെയൊക്കെ ഒരു വോയിസിൽ, ഒരു കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയുടെയൊക്കെ ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. They concluded that he was a lonely castaway from some foreign ship. അപ്പോൾ അങ്ങനെ അവർ കൺക്ലൂഡ് ചെയ്യാണ്, അതായത് ഇയാൾ ഏതെങ്കിലും ഒരു ഫോറിൻ ഷിപ്പിൽ നിന്നും ഷിപ്പ് തകർന്നിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ് കാസ്റ്റവേ എന്ന് പറയും. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കും. റെക്കഡ് ബൈ ദി സ്റ്റോം, അപ്പോൾ അവർ കാറ്റിലൊക്കെ പെട്ടിട്ട് കുടുങ്ങി വന്നിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും. Then they called in a neighbor woman to see him. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, അവരുടെ അടുത്ത വീട്ടിലത്തെ ഒരു സ്ത്രീനെ കൂടെ ഇയാളെ കാണിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. അപ്പോൾ ഇവർ ഓൾറെഡി വിചാരിച്ചിരിക്കുന്നത് ഏതോ കപ്പൽ തകർന്ന് വന്നിരിക്കുന്ന ഒരാളാണെന്നാണ്. അപ്പോൾ പുറത്തുനിന്ന് അടുത്ത വീട്ടിലെ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോൾ അവരൊറ്റ നോട്ടത്തിൽ തന്നെ എന്താ പറയുന്നത്, ഹീസ് ആൻ ഏഞ്ചൽ, ഇവരൊരു മാലാഖയാണ്. ഷീ ടോൾഡ് ദം ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ് ബട്ട് ദ പുവർ ഫെല്ലോ സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. അപ്പോൾ ആ സ്ത്രീ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ വിചാരിച്ച പോലെ ഷിപ്പ് തകർന്ന് വന്ന ഒരാളെന്നല്ല, അയാളുടെ ഏഞ്ചലാണ്, ഓൾറെഡി ഇവിടുത്തെ കുട്ടിക്ക് വയ്യാതിരിക്കുകയല്ലേ. അപ്പോൾ ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു മാലാഖയാണ്. മിക്കവാറും അങ്ങനെ ആകാശത്തു കൂടെ പറന്നു വരുന്ന സമയത്ത് മഴ എന്തെങ്കിലും പെയ്തിട്ട് ആ ഒരു മഴ കാരണം താഴേക്ക് വീണ് പോയിട്ടുള്ള ഒരു പാവം മാലാഖയാണ്, അത് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിലെ ആ സ്ത്രീ ഇവരെ തിരുത്തി കൊടുക്കുകയാണ്. ഓൺ ദ ഫോളോയിങ് ഡേ എവരി വൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് ക്യാപ്റ്റീവ് ഇൻ പെലായോസ് ഹൗസ്. പിറ്റേ ദിവസമായപ്പോഴേക്കും ഈ ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതായത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള, നമ്മൾ മാലാഖ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഥകളിൽ കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താ പറയുക, മാംസവും അതേപോലെ തന്നെ രക്തമൊക്കെ ഉള്ള ഒരു മനുഷ്യ രൂപത്തിലുള്ള, അതേപോലെ തന്നെ ഒരു ആ രൂപത്തിലുള്ള കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാലാഖേനെ നമ്മുടെ പെലായോൻ്റെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അവിടെ തടവിലാക്കി വെച്ചിട്ടുണ്ട് എന്നൊരു ന്യൂസ് എല്ലായിടത്തും പരക്കുകയാണ്. പെലായ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും എല്ലാ ദിവസവും അവരുടെ കിച്ചണിൽ നിന്നിട്ട് ഈ ഒരു വ്യക്തിനെ, ഈ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. അങ്ങനെ അദ്ദേഹം എന്താ പറയുക, ഇരുട്ട് ആയി കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇയാളെ ഈ ഒരു ഏഞ്ചലിനെ, അല്ലെങ്കിൽ ഈ ഒരു വിങ്സ് ഉള്ള ഈ ഒരു മനുഷ്യനെ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് വലിച്ചിട്ട്, ആ മണ്ണിൽ നിന്ന് വലിച്ചിട്ട് അവരുടെ ഒരു ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കൂടെന്ന് അറിയില്ലേ, കോഴിക്കൂടിനകത്തേക്ക് ആക്കുകയാണ്. എ ഷോർട്ട് ടൈം ആഫ്റ്റർ വാട്ട് ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യാണ്, അവിടെ വയ്യാതെ കിടന്നിരുന്ന ആ കുട്ടി വേഗം അവരുടെ അസുഖമൊക്കെ പെട്ടെന്ന് തന്നെ പനിയൊക്കെ മാറിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, അവന് ഭക്ഷണം കഴിക്കണം എന്നൊരു ആവശ്യമൊക്കെ അവൻ പറയുകയാണ്. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. അപ്പോൾ അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഇവർ വല്ലാണ്ടാണ് അത്ഭുതപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഉദാര മനസ്കത തോന്നുകയാണ്. അതായത് കാരണം ഇയാൾ വന്നതിന് ശേഷമാണല്ലോ ഈ കുട്ടിക്ക് അത്ര നേരം അസുഖം ബാധിച്ച് ഫുഡൊന്നും കഴിക്കാണ്ട് കിടന്നിരുന്ന കുട്ടി അസുഖം മാറിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര സ്നേഹം തോന്നുക, അല്ലെങ്കിൽ ഒരു കരുണ തോന്നുകയാണ് ആ ഒരു മനുഷ്യൻ്റെ അടുത്ത്. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ ഇവർ വിചാരിക്കണം, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യാം, ഇവരെ ഈ ഒരു മനുഷ്യനെ നമുക്ക് കുറച്ച് ഫുഡും വെള്ളമൊക്കെ കൊടുത്തിട്ട് ഒരു ചങ്ങാടത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് നമുക്ക് കടലിലോട്ട് വിടാം. അപ്പോൾ ഒരു 3 ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കടലിലോട്ട് വിടാം. പക്ഷേ എന്ത് ചെയ്യേണ്ട, നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്കിങ്ങനെ ചങ്ങാടത്തിൽ കെട്ടിവിടാം. എന്നിട്ട് പിന്നെ അതിൻ്റെ വിധിക്ക് വിടുക. 3 ദിവസം കഴിഞ്ഞ് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോടെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചോട്ടെ എന്നുള്ള രീതിക്ക് അവർ തീരുമാനിക്കുകയാണ്. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഇവർ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ മുറ്റത്ത് നിറയെ ആളുകളാണ്. ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഇവരുടെ കോഴിക്കൂടിൻ്റെ മുന്നിൽ ആ ഒരു ഏഞ്ചലിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അതിനെ കളിയാക്കിയിട്ടും കൂവി വിളിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. The visitors were topping him things to eat through the openings in the coop. അപ്പോൾ കാണാൻ വരുന്ന ആളുകൾ തിന്നാനുള്ള ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആ കോഴിക്കൂട്ടിൽ കൂടെ അവർക്ക് ഇങ്ങനെ അയാൾക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വേർ ഇൻ എ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ബട്ട് എ സർക്കസ് അനിമൽ. അപ്പോൾ ഇവരുടെ കാണിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സർക്കസ് അനിമലാണെന്ന് തോന്നും, അതല്ലാതെ ഒരു മാലാഖയോട് കാണിക്കുന്ന പോലെ നല്ല ഇവർ കാണിക്കുന്നത്. സർക്കസിൽ കാണുന്ന ഒരു ആനയോടോ അല്ലെങ്കിൽ കുരങ്ങനോടോ കുതിരയോടോ ഒക്കെ കാണിക്കുന്ന പോലെയാണ് ഇവർ കഴിക്കാനുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കുക, അതിനെ എന്താ പറയുക
കളിയാക്കുക, ചിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഈ ആളുകൾ ചെയ്യുന്നത്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. അപ്പോൾ ഈ ഒരു എന്താ പറയുക, പിടിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ഏഞ്ചലിനെ കുറിച്ചിട്ട് എല്ലാവർക്കും എന്താണ്, ഈ ഒരു ന്യൂസ് വളരെ സ്പീഡിൽ തന്നെ എന്താ പറയുക സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. അപ്പോഴേക്കും കുറച്ചും കൂടെ കഴിഞ്ഞ് രാവിലെ കുറച്ച് നേരം കൂടെ ആയപ്പോഴേക്കും ഒരു ചന്തയുടെ ഒക്കെ അത്രയും ആളുകൾ, ഒരു മാർക്കറ്റിൻ്റെ ഒക്കെ അത്രയും തിരക്ക് അവരുടെ മുറ്റത്ത് വന്നിട്ടുണ്ട്. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ് and charging 5 cents for admission to see the angel. അങ്ങനെ ഇവരെന്ത് തീരുമാനിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുറ്റത്തേക്ക് കടക്കണമെങ്കിൽ ഈ കോഴിക്കൂടിനകത്ത് വന്നിട്ട് ഇയാളെ കാണണമെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും നമുക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കാം ഈ ആളുകളിൽ നിന്ന്. 5 cents വെച്ച്, 5 cent എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എന്താ പറയുക മണിയാണ് കേട്ടോ, അവിടുത്തെ പൈസയുടെ പേരാണ് സെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 cent ഒരാൾക്ക് അങ്ങനെ ഏഞ്ചലിനെ കാണാമെന്നുണ്ടെങ്കിൽ വേണം. അങ്ങനെ നമുക്ക് ടിക്കറ്റ് വെച്ച് കിടത്താൻ നിങ്ങൾക്ക് പറയില്ല. അപ്പോൾ അതുപോലെ കാണിക്കാനുള്ളൊരു പരിപാടി അവർ ചെയ്യണം. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അപ്പോൾ വയ്യാത്ത ആളുകൾ, അസുഖം ബാധിച്ചവർ, വികലാംഗരായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് അതായത് ഇദ്ദേഹം ഈ ഒരു ഏഞ്ചിൽ വന്നതിന് ശേഷമാണല്ലോ കുട്ടിക്ക് അസുഖം മാറി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെയും അസുഖം മാറുമെന്നുള്ള വിശ്വാസത്തിൽ ഒരുപാട് അസുഖബാധിതരായ ആളുകളൊക്കെ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പെലായോ ആൻഡ് എലിസെൻഡ were happy with fatigue. In less than a week they had crammed their rooms with money. ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ അവരുടെ വീട് എന്താണ്, പണം കൊണ്ട് നിറയുകയാണ്. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. അപ്പോഴും അവരുടെ വീടിൻ്റെ പുറത്ത് എന്ത് ചെയ്യണം, ആ ഒരു എന്താ പറയുക ആളുകൾ അവിടെ കാണാൻ വേണ്ടിയിട്ട്, ഇതിനെ കാണാൻ വേണ്ടിയിട്ട്, ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ ക്യൂ ആണ്. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. പക്ഷേ ഏഞ്ചൽ മാത്രം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നില്ല. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബൊറോഡ് നെസ്റ്റ്. അപ്പോൾ അയാൾ മാക്സിമം ആ ഒരു എന്താ പറയുക കിട്ടിയിട്ടുള്ള ആ ഒരു കൂടിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ഫസ്റ്റ് ദേ ട്രൈഡ് ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. അപ്പോൾ ആദ്യമൊക്കെ ഇവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മോത്ത് ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാറ്റ ഗുളിക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി ഏറ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാൻ മഷ്. ഇത് പ്രത്യേകിച്ച് യാതൊന്നും ഇവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എഗ് പ്ലാൻ മഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴുതനങ്ങയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കഞ്ഞി പോലത്തെ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് അത് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒന്നും അത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. അപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞ് ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മാജിക്ക് കാര്യങ്ങളൊന്നും അറിയാൻ തോന്നുന്നില്ല. ആകെ കൂടെ ഇയാൾക്ക് നമുക്ക് തോന്നുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ക്ഷമയാണെന്നാണ് പറയുന്നത്, പേഷ്യൻസ് ആണ്. ഹി വാസ് ക്വയറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ക്ഡ് അറ്റ് ഹിം. കോഴിക്കൂട്ടിലല്ലേ, അപ്പോൾ കോഴികൾ കൊത്ത് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യുമ്പോൾ ഇയാൾ ക്ഷമ കൈവിടാതെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. സെർച്ചിങ് ഫോർ ദി പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അതായത് കോഴികൾക്ക് ഈ മനുഷ്യൻ്റെ ചിറകിനകത്ത് എന്തെങ്കിലും പരാതജീവികളുണ്ടോ, അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ ദേഹത്ത് പോയിട്ട് കൊത്തൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യുമ്പോഴൊന്നും ഇയാളൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹി വാസ് പേഷ്യൻ്റ് എഗൈൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. അപ്പോൾ പിന്നെ വീണ്ടും പല ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് കാലുകൊണ്ടൊക്കെ വയ്യാത്ത ആളുകളൊക്കെ വന്നിട്ട് ഇയാളുടെ എന്താ പറയുക ചിറകിൽ നിന്നും തൂവലുകൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് ആ തൂവൽ കൊണ്ട് അവർക്ക് വയ്യാത്ത ഏത് ഭാഗത്തിനാണോ വയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തൂവലുകൾ പറിക്കുമ്പോഴും ഒന്നും ഇയാളൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. He remained patient when even the most merciful threw stones at him. അപ്പോൾ ഇയാളെ ഒന്ന് അനങ്ങി കാണാൻ വേണ്ടിയിട്ട് അത്രയും ക്ഷമയുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ അത്രയും ദയുള്ള ആളുകൾ പോലും എന്ത് ചെയ്യാണ്, കല്ലുകൾ എടുത്ത് എറിയാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പോലും ഇവരെന്ത് ചെയ്യുന്നില്ല, യാതൊരു തരത്തിലുള്ള റെസ്പോൺസും അയാൾ ചെയ്യുന്നില്ല. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ദം ടു റൈസ് ദാറ്റ് സോ ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊന്ന് എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ദ ടൗൺ ഓൺ ട്രാവലിംഗ് ഷോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വരികയാണ്. അതായത് പല സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസുകൾ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ട്രാവലിംഗ് ഷോ അവരുടെ ആ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏരിയയിൽ വരികയാണ്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻടു സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അപ്പോൾ ആ ഒരു പരിപാടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തണ്ടർ, ഇടി മിന്നൽ ഒക്കെ കൊണ്ടതിന് ശേഷം ഒരു സ്ത്രീ എന്തായിട്ട് മാറുന്നുണ്ട്, സ്പൈഡറായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു ആ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാണ് പറയുന്നത്. The admission fee to see her was less than the fee to see the angel. അപ്പോൾ അവിടേക്ക് ആ ഒരു ലേഡീനെ കാണാൻ പോകുന്നതിന് വേണ്ട ടിക്കറ്റിന് വേണ്ടുന്ന പൈസ എന്ന് പറയുന്നത് ഇവിടെ ഏഞ്ചലിനെ കാണാൻ വരുന്നതിനേക്കാൾ ഒരുപാട് കുറവാണ്. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു ഹർ. അപ്പോൾ അതുകൊണ്ട് ഫ്ലോക്ക് ടു സീ ഹർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറഞ്ഞ പൈസയ്ക്ക് കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ അറിയാലോ, എക്സ്പീരിയൻസുകൾ അറിയാലോ എന്ന് വെച്ചിട്ട് ആളുകൾ ഇവിടേക്ക് വരാൻ വെച്ച ആളുകൾ കൂടി എന്ത് ചെയ്യണം, തിരിച്ച് ഇവിടേക്ക് വരാതെ ആ ഒരു സ്ത്രീനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. They were also permitted to ask her all manner of questions about her
അബ്സർഡ് സ്റ്റേറ്റ്. അപ്പോൾ അവിടെ മാത്രമല്ല ഈ ഏഞ്ചൽ എന്ന് പറയുന്നത് ഒന്നും അനങ്ങാണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് സ്പൈഡറായിട്ട് മാറിയ സ്ത്രീ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ലേഡി എന്ന് പറയുന്നത് വരുന്ന ആളുകൾക്ക് ആ സ്ത്രീയോട് ചോദ്യങ്ങൾ ചോദിക്കാം. അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ ഈ സിദ്ധന്മാരുടെ അടുത്തൊക്കെ സംസാരിക്കില്ലേ, അതുപോലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന് തിരിച്ച് മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൈസയും കുറവാണ്, റെസ്പോണ്ടും ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇവിടേക്ക് വരുന്ന ആളുകൾ കൂടെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സംഭവമാണ് കാണുന്നത്. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെന്റ്. പക്ഷെ നമ്മുടെ വീട്ടിലത്തെ ആളുകൾക്ക് ബലായക്കൊന്നും അതിനൊരു സങ്കടപ്പെടേണ്ട കാര്യമില്ല, കാരണം അവർക്ക് കിട്ടേണ്ടതൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അപ്പോൾ കിട്ടിയ പൈസയും കൊണ്ട് ഇവരൊരു 2 നില വീട്, അവിടെ ബാൽക്കണി, ഗാർഡൻ കാര്യങ്ങളൊക്കെയുള്ള അടിപൊളി ആയിട്ടൊരു വലിയ വീട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ. അപ്പോൾ ക്രാബുകളൊന്നും വിൻ്ററിൽ കയറാതിരിക്കാനുള്ള നെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അയൺ ബോൾസ് ഓൺ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ്. അതേപോലെ തന്നെ ഇനി വേറെ ഏഞ്ചൽസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അയൺ ബാറുകൾ, എന്താ പറയുക, ഇരുമ്പോണ്ടുള്ള കമ്പികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുൾ സെക്യൂരിറ്റി സെറ്റപ്പ് ആക്കിയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. Pelayo also set up a rabbit warren and gave up his job as a bailiff for good. അപ്പോൾ അദ്ദേഹം ഓൾറെഡി ബെയിലിഫ് ആയിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ട്. ബെയിലിഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിയമം അതേപോലെ തന്നെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ബെയിലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓരോ സ്ഥലങ്ങളിൽ അവരുടെ ഡ്യൂട്ടി മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള റോളുകൾ ചെയ്യുന്ന ആളുകളെ തന്നെയാണ് ബെയിലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ജോലിയൊക്കെ രാജിവെക്കുന്നുണ്ട്. എന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് റാബിറ്റ് വാരനൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് റാബിറ്റുകളൊക്കെ വളർത്തുന്ന ഒരു സംഭവങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്യുകയാണ്. എലിസെൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഇൻ ഇറിഡസെന്റ് സിൽക്ക്. അപ്പോൾ പലതരത്തിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവരുടെ വൈഫ് വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്, കാരണം അവർക്ക് ഒരുപാട് പൈസയായല്ലോ. ദ ചിക്കൻ കൂപ്പ് വാസ് ഓൺലി തിങ് ദാറ്റ് ഡിഡൻറ്റ് റിസീവ് എനി അറ്റൻഷൻ. പക്ഷേ ആ വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വീട്ടിലെ ആളുകൾക്കൊക്കെ സംഭവിച്ചെങ്കിലും ആ ഒരു കോഴിക്കൂടിന് മാത്രം പ്രത്യേകിച്ചൊരു മാറ്റവും സംഭവിച്ചില്ല. ദ ഡങ് ഹീപ് സ്റ്റെൻസ് ഫ്രം ദി കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ എൻ ഓൾഡ് വൺ. അപ്പോൾ അതിനകത്ത് ഈ കോഴികളുടെ കഷ്ടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് ആ ഒരു വീടിൻ്റെ മോടി കളയാൻ പാകത്തിന് ആ ഒരു കോഴിക്കൂട് എന്തായിട്ടുണ്ട്, വൃത്തികേടായിട്ട് മാറിയിട്ടുണ്ട്. At first, when the child learned to walk, they were careful that he did not get too close to the coop. അപ്പോൾ ആദ്യമൊക്കെ കുട്ടി നടക്കാൻ തുടങ്ങിയ സമയത്തൊക്കെ ഇവൻ ആ ഒരു കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കുമായിരുന്നു. ബട്ട് ദെൻ they began to lose their fears and got used to the smell. പക്ഷെ പിന്നെ അവർക്ക് എന്താണ് ശീലമായി തുടങ്ങി, ആ സ്മെല്ലും അവർക്ക് ശീലമാവുകയാണ്. Before the child got a second teeth, he had gone inside the chicken coop to play. As the wires were falling apart, they both came down with the chicken pox at the same time. അപ്പോൾ അങ്ങനെ ഇവൻ ഈ കളിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് സെക്കൻഡ് ടീത്തൊക്കെ വന്ന സമയത്തേക്കും ഇവൻ എന്ത് ചെയ്യാണ്, ആ ഒരു കോഴിക്കൂടിൻ്റെ അടുത്തേക്കൊക്കെ കളിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാണ്, ചിക്കൻ പോക്സ് പിടിപെടുകയാണ് എന്നാണ് പറയുന്നത്. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. അപ്പോൾ അങ്ങനെ ഈ ഒരു ഏഞ്ചലിനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചിക്കൻ പോക്സ് വരുന്നുണ്ട്, ഈ കുട്ടിക്കും വരുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾക്ക് ഡോക്ടർക്ക് കേൾക്കുന്നത് ഫുൾ എന്താണ്, ഈ ഏഞ്ചലിൻ്റെ ഹാർട്ടിൽ വരുന്ന സൗണ്ടുകൾ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് കേൾക്കുന്നത്. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. അപ്പോൾ അവർ ഏഞ്ചലിൻ്റെ ഹാർട്ടിൽ ഒരുപാട് വിസിലിൻ്റെ സൗണ്ടുകൾ, അതേപോലെ തന്നെ കിഡ്നിയിൽ ഒരുപാട് സൗണ്ടുകൾ, അങ്ങനെ പല ശബ്ദങ്ങൾ അതിൻ്റെ വയറിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ഉള്ളുന്നതായിട്ട് കേൾക്കുകയാണ് നമ്മുടെ ഡോക്ടർക്ക്. വാട്ട് സർപ്രൈസ് ഹിം മോസ്റ്റ് ഹവർ വാസ് എ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. പക്ഷെ അപ്പോഴും ഈ ഡോക്ടർക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാവാത്തത് ഇയാളുടെ വിങ്സിനെ കുറിച്ചാണ്. ഇങ്ങനെ ഒരു മനുഷ്യന് ചിറകുകൾ ഉണ്ടാവുന്നു എന്നതാണ് ഡോക്ടറുടെ സംശയം. ദേ സീം സോ നാച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ശരിക്കും ആ ഒരു മനുഷ്യൻ്റെ ഒരു അവയവം, നമ്മുടെ കൈയും കാലുമൊക്കെ എങ്ങനെയാണ്, നമ്മുടെ ഒരു അവയവമല്ലേ, അതേപോലെ തന്നെയാണ് ആ ചിറകും ആ ശരീരത്തിലുള്ളത്. ഹി കുഡന്റ് അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡന്റ് ഹാവ് ദം ടു. വേറെ മനുഷ്യന്മാർക്കൊന്നും ഇല്ലാത്ത ഈ ചിറക് എങ്ങനെ ഇയാൾക്ക് വന്നു എന്നൊക്കെ നമ്മൾ ഡോക്ടർ ആലോചിക്കുകയാണ്. When the child began school, the sun and rain had caused the collapse of the chicken coop. അങ്ങനെ ആ ഒരു കുട്ടി സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് അവിടെ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ് ദ കൊളാപ്സ് ഓഫ് ദി ചിക്കൻ കൂപ്പ്. അതായത് കോഴിക്കൂട് മഴയും വെയിലും ഒക്കെ ആയിട്ട് ആ ഒരു കോഴിക്കൂടൊക്കെ വീണ് പോവുകയാണ്. ദ ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് അബൌട്ട് ഹിയർ ആൻഡ് ദർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. അപ്പോൾ ആ ഒരു കോഴിക്കൂട് നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്യണം, അയാളിങ്ങനെ അവിടെയും ഇവിടെയൊക്കെയാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒരു എന്താ പറയുക, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവിലൊക്കെ അങ്ങ് നടക്കുന്ന ഒരു മരിക്കാറായിട്ടുള്ള ഒരു വയസ്സായ ഒരാളെ മാതിരി അയാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഹി കുഡ് സ്കെയർസ്ലി ഈറ്റ് ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്. അപ്പം അവർക്ക് കാര്യമായിട്ടൊന്നും എന്താ പറയുക കഴിക്കാനൊന്നും സാധിക്കുന്നില്ല അയാൾക്ക്. അതേപോലെ തന്നെ അയാൾക്ക് എന്താ പറയുക കണ്ണിലൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടിയ പോലത്തേക്ക് ഒരു അവസ്ഥയായിട്ട് അയാൾക്ക് നേരെ കണ്ണ് കാണുന്നില്ല. അങ്ങനെ അയാൾ പോസ്റ്റുകളിലും അവിടെയും ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞ് വീഴാനൊക്കെ തുടങ്ങി. പെലായോ ത്രൂ എ ബ്ലാക്ക്
ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. അങ്ങനെ ഇയാൾക്ക് പെലായി എന്ത് ചെയ്യാണ്, ഏഞ്ചലിനൊരു ബെഡ്ഷീറ്റൊക്കെ കൊടുത്തിട്ട് ഒരു ബ്ലാങ്കറ്റൊക്കെ കൊടുത്തിട്ട് അയാളെ അവിടെ ഷെഡിൽ കിടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് ഇവർക്ക് തിരിച്ചറിയുന്നത് രാത്രിയാകുമ്പോൾ ഇയാൾക്കൊരു ചൂട് വരുന്നുണ്ട്, നല്ലൊരു പനി പിടിക്കുന്ന പോലത്തെ ഒരു ചൂട് വരുന്നുണ്ട്. ദേ ബിക്കേം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അപ്പോൾ ഇവർ ഭയങ്കര ശ്രദ്ധിച്ചിട്ടിരിക്കുകയാണ്. അതായത് ഒരു വയസ്സായ മനുഷ്യനെല്ലാം മരിക്കാനായിട്ടുണ്ടാകുമ്പോൾ മരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പനി പോലെ വരുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ വെയിറ്റ് ചെയ്യണം. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. അപ്പോൾ അയാൾ അതിജീവിച്ച് വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ ഒരു വേനൽക്കാലം അല്ലെങ്കിൽ സണ്ണി ഡേയ്സ് വന്നതോട് കൂടിയിട്ട് ഇയാൾ കൂടുതൽ ഇമ്പ്രൂവ് ആയി വരികയും ചെയ്യാണ്. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, വളരെ എന്താ പറയുക മോഷൻലെസ് ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ അവരെന്ത് ചെയ്യാണ്, ആ ഒരു കോർട്ട്യാർഡിൽ തന്നെ മോഷൻലെസ് ആയിട്ട് അവർ റിമെയിൻ ചെയ്യാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഡിസംബർ, അങ്ങനെ ആ ഒരു വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഡിസംബർ വരികയാണ്. സം ലാർജ് സ്റ്റിഫ് ഫെദേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ആ ഒരു ഡിസംബർ മാസമൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ചിറകുകളിലൊക്കെ ചെറിയ ചെറിയ തൂവലുകൾ ഇങ്ങനെ മുളച്ച് വരുന്നത് പോലെ കാണുകയാണ്. ദേ ലുക്ക് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രൗവിൻ്റെ ഒക്കെ സ്കെയർ ക്രൗ എന്ന് വെച്ചാൽ നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്, നമ്മൾ ഈ കുത്തിയൊക്കെ ആയിട്ട് വെക്കില്ല, അതിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫെദർ പോലെ കുഞ്ഞു കുഞ്ഞ് ചിറകുകൾ അല്ലെങ്കിൽ ചിറകിൽ കുഞ്ഞു കുഞ്ഞ് തൂവലുകൾ ഇങ്ങനെ വരുന്നതായിട്ട് അവർ കാണുകയാണ്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. അങ്ങനെ ഒരു ദിവസം നമ്മുടെ എലിസെൻഡ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കിച്ചണിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒനിയൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ലഞ്ചിന് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ദെൻ ഷി വെന്റ് ടു ദ വിൻഡോ ആൻഡ് ഫൗണ്ട് ദ ഏഞ്ചൽ ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. അങ്ങനെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ജനൽ വഴി പുറത്തോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ഏഞ്ചൽ ആദ്യമായിട്ട് ഇങ്ങനെ, അതായത് വീണ്ടും ചിറകുകൾ മുളച്ചതിന് ശേഷം, അതായത് വീണതിന് ശേഷം വീണ്ടും പറക്കാനുള്ളൊരു ശ്രമം നടത്തുന്നതായിട്ട് അവർ കാണുകയാണ്. ദീസ് were so clumsy that he was on the point of knocking the shed down as he couldn't get a grip of the air. പക്ഷേ ഇവർ ശ്രമിക്കുന്നുണ്ട് ഇയാൾ, പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആ ഒരു എയറിലൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല. നമ്മൾ കണ്ടില്ലേ കുഞ്ഞ് കിളിക്കുട്ടികളൊക്കെ ആദ്യം പറന്ന് പഠിക്കുമ്പോൾ താഴെ വീഴുന്നത് കണ്ടിട്ടില്ല, അപ്പോൾ അതുപോലെ ഇങ്ങനെ അയാൾ വീഴുന്നുണ്ട്. This was so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air, but then he did manage to gain altitude. അങ്ങനെ കുറച്ച് ട്രൈ ചെയ്തതിന് ശേഷം അയാൾക്കത് ഓക്കെ ആയി വരികയാണ്. എലിസെൻഡ let out a sigh of relief. അപ്പോൾ ഇവർക്ക് ഭയങ്കര ആശ്വാസമാവാണ്, for herself and for him. അതായത് അവൾക്ക് വേണ്ടിയിട്ടും അയാൾക്ക് വേണ്ടി, അതായത് ഇനിയിപ്പോൾ അയാളെന്നെ ശ്രദ്ധിച്ചിരിക്കണ്ടല്ലോ എന്നൊരു സമാധാനവും അയാൾക്ക് ഇനിയിപ്പോൾ മാറിപ്പോയല്ലോ എന്നുള്ളൊരു സന്തോഷവും. When she watched him pass over the last houses, അങ്ങനെ ഇയാൾ പറഞ്ഞിട്ട് അവർക്ക് കാണുന്ന ലാസ്റ്റ് ഹൗസും കടന്നിട്ട് അവർ പോവുകയാണ്. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സെനൈൽ വൾച്ചർ. ഒരു വൾച്ചറിനെ പോലെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചിറകുകളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. അപ്പോൾ അവർ ആ ഒനിയൻസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയിൽ തന്നെ ഇയാൾ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അയാളെ കാണാൻ പറ്റുന്ന അത്രയും സമയം അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം പാസ് ചെയ്തതിനു ശേഷം ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ കാണാത്ത അത്രയും ദൂരത്തേക്ക് അയാൾ പറന്നു പോയിട്ടുണ്ട്. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദി ഹൊറൈസൺ ഓഫ് ദ സീ. അപ്പോൾ അവർ പറയുകയാണ്, അതായത് ഇനി ഒരിക്കലും അദ്ദേഹം ഒരു ശല്യമായിട്ട് ഇവരുടെ ലൈഫിൽ ഇനി അവിടെ ഉണ്ടാവില്ല. മാത്രമല്ല ആ ഒരു സീയിൽ, ആ ഒരു സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചക്രവാകത്തിൻ്റെ അകത്ത് ഒരു ഇമാജിനറി ഡോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഇമാജിനറി ആയിട്ടുള്ളൊരു കുത്ത് പോലെ അല്ലെങ്കിൽ അത്രയും ചെറിയൊരു കാര്യമായിട്ട് ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ഏഞ്ചല് മാറിക്കഴിഞ്ഞ് ഒരിക്കലും അയാളുടെ ശല്യം ഇവർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്.